സുശീല ഠാക്വറയുടെ ലൈഫിലൂടെ അവരുടെ സ്ട്രഗിൾസ്, അവരൊരു ദളിത് ആയത് കാരണം സമൂഹത്തിൽ അവരെന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നു, അതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ഈ ഒരു ആത്മകഥ ഷിക്കഞ്ചേ കാ ദർദ്. അതിലവർക്ക് ടൗണിൽ വീട് കിട്ടാനുള്ള ബുദ്ധിമുട്ട്, എവിടെ ചെന്നാലും ജാതി ചോദിച്ചിട്ടേ വീട് തരൂ, വീട് തന്നാൽ തന്നെ ഇരട്ടി വാടക മേടിക്കുന്നു, അതുപോലെ തന്നെ നെയ്ബേഴ്സ് എല്ലാം വളരെ ഡിസ്ക്രിമിനേഷനോടുകൂടി കാണുന്നു. നെയ്ബേഴ്സ് എല്ലാം ഇവരുടെ ജാതി മാത്രമാണ് ഹൈലൈറ്റ് ചെയ്ത് എപ്പോഴും മനസ്സിൽ വെക്കുന്നത്. അത് ഭിക്ഷക്കാരോടായാലും മറ്റ് വിസിറ്റേഴ്സിനോടായാലും ആദ്യം നെയ്ബേഴ്സ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന ആളുടെ ഐഡൻറ്റിറ്റി എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ജാതിയാണ്. അപ്പം നമുക്ക് മുന്നോട്ട് നോക്കാം എന്തൊക്കെയാണ് അവരുടെ ലൈഫിൽ നടന്നത്. मैंने तभी महसूस किया था मैं शिक्षिका हूँ, बच्चों को पढ़ाती हूँ, उनकी परीक्षा लेती हूँ, उनकी उत्तर पत्रिका जांच कर उनके ज्ञान का परीक्षण करती हूँ, उनके पास या फेल होने का निर्णय देती हूँ. ഞാൻ പെട്ടെന്ന് ആലോചിച്ച്, എൻ്റെ ഒരു കൊളീഗിൻ്റെ വൈഫ് വീട്ടിൽ വന്നപ്പോൾ നെയ്ബേഴ്സ് ഞങ്ങളെപ്പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷേ അപ്പം ഞാൻ എന്നെ തന്നെ ഒന്ന് അനലൈസ് ചെയ്തു. ഞാൻ ആക്ച്വലി ഒരു ടീച്ചറാണ്, शिक्षिका हूँ, बच्चों को पढ़ाती हूँ, उनकी परीक्षा लेती हूँ, उनकी उत्तर पत्रिका जांच कर उनके ज्ञान का परीक्षण करती हूँ. അവരുടെ ആൻസർ പേപ്പേഴ്സ് വാല്യൂ ചെയ്ത് അവരുടെ അറിവിനെ അളക്കുന്ന ഒരു ശിക്ഷിക്കയാണ് ഞാൻ. उनके पास या फेल होने का निर्णय देती हूँ. सभी जाति धर्म के छात्र छात्राओं के विषय ज्ञान के साथ उनके बुद्धि विवेक का भी मूल्यांकन करती हूँ. तब क्या मैं अपने इन पड़ोसियों के और इस तरह के लोगों के बुद्धि विवेक ज्ञान और अभिमान का मूल्यांकन नहीं करती? तो ആസ് എ ടീച്ചർ ഞാൻ കുട്ടികളുടെ അറിവ് അളക്കുന്നു, അതുപോലെ തന്നെ എനിക്കിപ്പം ഈ നെയ്ബേഴ്സിൻ്റെയും അവരുടെ അറിവും അവരുടെ വിവേകവും അവരുടെ വിവരക്കേടും അതെല്ലാം എനിക്ക് അളക്കാൻ തോന്നുകയാണ്. ज़रूर करती हूँ, ऐसे सब लोगों को मैं फेल करती हूँ, तब मैं बेचारी क्यों? അപ്പോൾ എനിക്ക് ഒരുപക്ഷെ ആ സമയത്ത് വളരെ ഇൻസൾട്ടഡ് ആയിട്ട് ഫീൽ ചെയ്യുമ്പോൾ നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് അങ്ങ് താഴോട്ട് പോകും. അപ്പോൾ നമ്മൾ വളരെ ഡൗൺ ആവും, ഒരു നെഗറ്റീവ് ഫീലിംഗ് വരും. പക്ഷേ പിന്നീട് ഞാൻ ആലോചിച്ചു, ഞാനൊരു ടീച്ചറാണ്, കുട്ടികളെ അളക്കുന്നത് പോലെ തന്നെ എനിക്ക് ഈ നെയ്ബേഴ്സിനെയും, ഈ നെയ്ബേഴ്സിൻ്റെ കൂട്ടത്തിൽ ആരും തന്നെ ഗ്രാജുവേറ്റ് ഇല്ല, മെട്രിക് പാസ് പോലും അല്ല, അവരുടെയൊക്കെ സാമ്പത്തിക അവസ്ഥ വളരെ ദയനീയമാണ്. എന്നിട്ട് അവരവരുടെ ആ ഒരു ഇന്ന ജാതിയിൽ പിറന്നു എന്ന അഹങ്കാരം കാണിക്കുകയാണെങ്കിൽ ഞാൻ അവരുടെ ആ ഒരു വിവേകശൂന്യതയെ അളക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അളക്കുകയാണെങ്കിൽ മേ ഉൻകോ ഫെയിൽ കർത്തി ഹൂം, തബ് മേ ബേച്ചാരി ക്യോം. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അവർ ഫെയിൽ, ഞാൻ പാസ്സാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ അവരെക്കാൾ ഒരു രീതിയിലും താന്നതല്ല. മേ ബേച്ചാരി ക്യോം. बेचारे तो ये लोग हैं जो बुद्धि से दरिद्र हैं, समता मानवता के ज्ञान के अभाव में अविकसित मानसिकता के कारण पंगु हैं. पंगु मीन्स ഡിസേബിൾഡ്. ഇവരാണ് ആക്ച്വലി ദരിദ്രർ. ഇവർക്ക് വിവേകമില്ല, ബുദ്ധിയില്ല. സമത മാനവത കാ ജ്ഞാൻ നഹി ഹെ. സമത ഈക്വാലിറ്റി ആൻഡ് ഹ്യൂമാനിറ്റി, മാനവത, അതിൻ്റെ ഒരു അറിവും ഇതുങ്ങൾക്ക് ഇല്ല. ഇൻകെ പാസ് ഇസ്കാ അഭാവ് ഹെ. അവികസിത് മാനസികത കെ കാരൺ പങ്കു ഹെ. ഇവരുടെ മാനസികത, ഇവരുടെ മെൻ്റൽ ഗ്രോത്ത് തന്നെ നിന്നിരിക്കുകയാണ്. ഡിസേബിൾഡ് ആണ് ഇവർ, ആക്ച്വലി മെൻ്റലി ഡിസേബിൾഡ് ആണ്. കാരണം ഇവർക്ക് ഒരു വ്യക്തിയെ അളക്കാൻ വേറെ ഒന്നും ഇവരുടെ കയ്യിൽ ഒരു അളവുകോലില്ല. ദാറ്റ് മീൻസ് ദേ ആർ മെൻ്റലി ഡിസ്റ്റർബ്ഡ്. ജോ സമാജ് കെ നാം പർ കലങ്ക് ഹെ और ऐसे लोग एक विकसित समाज के लिए കലങ്ക് ഹെ. ഇവരൊരു കളങ്കമാണ്. കാരണം ഇങ്ങനെ മാനസിക് ചിന്താഗതി, ഇങ്ങനത്തെ ഒരു മെൻ്റൽ ആറ്റിറ്റ്യൂഡ് വെച്ച് നടക്കുന്നവർ വാസ്തവത്തിൽ സമൂഹത്തിനൊരു കളങ്കമാണ്. मैंने तब सोचा था बचपन से धर्म और संस्कार के नाम पर इन्होंने यही सीखा है, यही देखा है, इसलिए वैसा ही सोचते हैं और वैसा ही करते हैं. ഞാൻ ആലോചിക്കുകയാണ്, ഇവർ ചെറുപ്പം മുതലേ മതം അല്ലെങ്കിൽ റിലീജിയൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ധർമ്മം അതൊക്കെ ഇവർ പഠിച്ചു വരുന്നു. പറയപ്പെടുന്നു ഇവർ ഭയങ്കര ഹിന്ദു ധർമ്മത്തിലെ എല്ലാ വേദങ്ങളും പഠിച്ചവരാണെന്ന്. ഇവരിതാണോ പഠിച്ചത്? ക്യാ ഇനോനെ യഹി സീഖാ ഹെ, യഹി ദേഖാ ഹെ, ഇസ്ലിയെ വൈസാ ഹി സോച്തേ ഹെ ഓർ വൈസാ ഹി കർത്തേ ഹെ. ഇവരിതാണ് പഠിച്ചത്, അതുകൊണ്ട് അവർ അങ്ങനെ തന്നെ ചിന്തിക്കുന്നു, അങ്ങനെ തന്നെ പ്രവർത്തിക്കുന്നു. दुनिया कहाँ से कहाँ जा रही है, इन्हें कुछ पता नहीं है.
कुएं के मेंढक की तरह ये लोग अपनी छोटी सी दुनिया में ऊंच नीच की टर टर करते रहते हैं. ദുനിയ കഹാ സെ കഹാ പहुंच गई है, ലോകം ഇവിടെ എത്തി. ഇവരിപ്പോഴും ഈ ജാതിയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളവർ പുരോഗതിയിലേക്ക് പോകാനുള്ളൊരു തടസ്സവും അവരുടെ മാർഗ തടസ്സവും ഇവർ ആവുന്നു. कुएं के मेंढक की तरह ये लोग अपनी छोटी सी दुनिया में ऊंच नीच की टर टर करते रहते हैं. നമ്മൾ ഈ കിണറ്റിലകപ്പെട്ട തവളയുടെ അവസ്ഥ അറിയാമല്ലോ, അതാണ് ലോകമെന്ന് വിചാരിച്ചിരിക്കും. എന്നിട്ട് ടർ ടർ ടർന്ന് ചെയ്തുകൊണ്ടിരിക്കും. ലോകം ഇവിടുന്ന് എത്തിക്കഴിഞ്ഞു. പക്ഷേ കിണറ്റിൻ്റെ അകത്ത് അകപ്പെട്ട തവളയ്ക്ക് അത് അവൻ കണ്ട ലോകം അതേ ഉള്ളൂ. അപ്പോൾ അതാണ് ഏറ്റവും വലുതെന്ന് അത് കരുതും. അതേ അവസ്ഥയാണ് ഈ കൂട്ടർക്ക്. उस दिन मिसेस सोलंकी हमारे घर बहुत कम समय रुकी थी. बहुत आग्रह करने पर उन्होंने सिर्फ चाय पी. साथ ही बहुत अपनेपन के साथ मुझे समझा कर कहा था, देखो आप बुरा मत मानना, मैं छुआछूत नहीं मानती, मगर आप अपनी पड़ोसनों को और मोहल्ले में किसी को भी यह नहीं बताना कि मैं आपके घर खाती पीती हूँ. നോക്കിയേ, ആ മിസ്സസ് സോളങ്കി ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നു. വലിയ ഉദാര മനസ്കതയാണ്, ഞങ്ങളിതൊന്നും വിശ്വസിക്കുന്നില്ല. അവർ ഹൈ കാസ്റ്റാണ്, അവർ രാജ്പൂത്താണ്. രാജ്പൂത്ത് എന്ന് പറയുമ്പോൾ വളരെ ഹൈ കാസ്റ്റാണ്. എന്നിട്ട് അവർ ഇവിടെ എല്ലാം ഭക്ഷണം കഴിച്ചു. ഇപ്പം ഇവരുടെ നെയ്ബേഴ്സുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ മിസ്സസ് സോളങ്കിക്ക് തന്നെ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാനും അധികം നേരം ഇവിടെ ചിലവഴിക്കാനും ഒക്കെ ഒരു ബുദ്ധിമുട്ട് പോലെ. അവർ ജസ്റ്റ് ചായ മാത്രമേ കുടിച്ചുള്ളൂ. എന്നിട്ട് ഒരു ഡയലോഗ് കൂടെ പറഞ്ഞു, ആ ബുരാമത് മാന്ന മേ ചുവാഛൂത്ത് നെഹി മാൻതി. ചുവാഛൂത്ത് എന്തുവാണ്? അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ. ഞാനത് മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നില്ല, ഞാനത് നോക്കത്തുമില്ല. ലേക്കിൻ പടോസിനോ ഓർ മൊഹല്ലെ മേ കിസി കോ ഭി യഹ നെഹി ബതാന कि मैं आपके घर खाती पीती हूँ. പക്ഷേ നിങ്ങളുടെ നെയ്ബേഴ്സിനോട് ദയവ് ചെയ്ത് പറയല്ലേ ഞാൻ നിങ്ങളുടെ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുമെന്ന്. ये लोग हमारी जाति के लोगों को यह बताएंगे तो अच्छा नहीं लगेगा. ഇവർ ചെന്ന് ഞങ്ങളുടെ ജാതിയിലുള്ള ആൾക്കാരുടെ അടുത്ത് ഇത് പറയുകയാണെങ്കിൽ പിന്നെ അതെനിക്ക് ബുദ്ധിമുട്ടാവും. उनकी बातें सुनकर मेरा मन विचलित हो गया था. कौन अपना है कौन पराया समझ में आ गया था. क्यों लोग ढोंग करते हैं. അപ്പോൾ അവരുടെ അവരവിടുന്ന് ചായ കുടിച്ചത് ഇപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. ചായ കുടിച്ചിട്ട് ഇങ്ങനൊരു ഡയലോഗും പറയാണ്, ആരോടും പറയരുത്. അപ്പോൾ ആരാണ് സ്വന്തക്കാർ, ആരാണ് പരായ, ആരാണ് അന്യർ, മനസ്സിലേ ആവാത്തൊരു അവസ്ഥ. ക്യോ ലോഗ് ढोंग करते हैं, ക്യോ ലോഗ് ബടപ്പൻ ഓടുത്തെ हैं. അപ്പോൾ ഇതിനേക്കാൾ ഭേദം ആ നെയ്ബേഴ്സ് ആയിരുന്നു. നേരിട്ടങ്ങ് ഫേസ് ടു ഫേസ് പറയുന്നു, ഞങ്ങൾക്ക് നിങ്ങളെ താന്ന ജാതിക്കാരായതുകൊണ്ട് നിങ്ങളുടെ ഒന്നും വേണ്ട, ഭക്ഷണമൊന്നും വേണ്ട. ഇവിടെ ഈ ലേഡി വന്ന് ഭക്ഷണവും കഴിക്കുന്നു, എന്നിട്ട് ഈ രീതിയിൽ ഡയലോഗും പറയുന്നു. जब मन से भेदभाव गया ही नहीं तो दिखावा क्यों करते हैं. यदि सच में प्रगतिशील बनने की बात करते हैं तो वैसी हिम्मत भी चाहिए. परिस्थितियों का सामना करने की, लोगों को जवाब देने की, डटकर खड़े रहने की, सामने वालों की मानसिकता बदलने की. അപ്പോൾ ഈ മിസ്സസ് സോളങ്കിക്ക് ഫോർവേഡ് തിങ്കിങ് ആണ്. ഈ ജാതി വ്യവസ്ഥ ഒന്നും ഞാൻ അംഗീകരിക്കുന്നില്ല, അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നെങ്കിലും ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാനുള്ള ധൈര്യം അവർക്കില്ല എങ്കിൽ പിന്നെ എന്തിനാണ് അവരിങ്ങനെ ഫോർവേഡ് തിങ്കിങ് പീപ്പിളാണെന്നും പറഞ്ഞ് നടക്കുന്നത്. അവർക്ക് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്ക് സമൂഹത്തിൽ പല ചോദ്യങ്ങൾക്കും മറുപടി പറയേണ്ടി വരും. അപ്പോൾ അതവർ ധൈര്യമായിട്ട് പറയാനുള്ളൊരു കെൽപ്പ് അവർക്ക് വേണം. അതെ, ഞാൻ ഇന്ന ജാതിപ്പെട്ടവരുടെ കൂടെ ഇരിക്കുകയും കഴിക്കുകയും ഒക്കെ ചെയ്യും, നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ മാറണം എന്ന് നിങ്ങളുടെ മാനസികതയാണ് മാറേണ്ടത്. ഇങ്ങനത്തെ സിറ്റുവേഷൻസിനെ ഫേസ് ചെയ്യാൻ അവർക്ക് ധൈര്യമില്ല എങ്കിൽ പിന്നെ എന്ത് പുരോഗമനവാദമാണ് അവർ പറയുന്നത്. बहुत हिम्मत चाहिए प्रगतिशील बनने के लिए. हमारे सामने अलग बातें और हमारे पीछे कुछ और बातें. यह तो उनका बहुरूपियापन है. ये उनका बहुरूपियापन है. बहुरूपिया എന്ന് വെച്ചാൽ പല നിറം കാണിക്കുക, പല പേഴ്സണാലിറ്റി കാണിക്കുക. ഞങ്ങളുടെ മുമ്പിൽ കാണിക്കുക ഞങ്ങളോട് വളരെ അടുപ്പമുണ്ട്, ഞങ്ങൾ വളരെ ഫോർവേഡ് തിങ്കിങ് ആണ്. മറ്റുള്ളവരുടെ അടുത്ത് അവരുടെ കൂട്ടത്തിൽ നിന്ന് സംസാരിക്കുക. कैसा प्रभाव है बुरे लोगों का. उनके प्रभाव से अच्छे लोग भी बुरे बन जाते हैं. भेदभाव फैलाने वाली इन भावनाओं को कोई जड़ से ख़त्म क्यों नहीं कर सकता. तो मैं सोचती हूँ, ഞാൻ ആലോചിക്കുകയാണ്, ഇങ്ങനത്തെ ബുരേ ലോഗോं का प्रभाव, കുറച്ച് സമൂഹത്തിൽ വിഷവിത്തുകൾ മതി, അവർ ബാക്കിയുള്ളവരെ ഇങ്ങനെ പറഞ്ഞ് അവരുടെ മനസ്സിലും ഇങ്ങനെ ഈ ജാതി വ്യവസ്ഥയെപ്പറ്റി ചിന്തിക്കാത്തവരുടെ മനസ്സിൽ കൂടെ ഇത് പറഞ്ഞ് വിഷം പടർത്തും.
उनके प्रभाव से अच्छे लोग भी बुरे बन जाते हैं। भेदभाव फैलाने वाली इन भावनाओं को कोई जड़ से ख़त्म क्यों नहीं कर सकता? ഇത്രയും മനുഷ്യർ തമ്മിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന ഈ ഒരു ഭേദ്ഭാവ്, ഈ ഒരു ഡിസ്ക്രിമിനേഷൻ ഭാവം ഇതെന്തുകൊണ്ട് വേരോടെ ആരും എടുത്ത് കളയുന്നില്ല? क्या यह जाति भेद की भावना लोगों के दिलों से कभी खत्म ही नहीं होगी? क्या यही सामाजिक भेदभाव, जाति भेद का कलंक हमारे देश का गौरव और हमारे देश की संस्कृति बना रहेगा? ഈ ഒരു കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് ഇങ്ങനെ നിലനിൽക്കുമോ കാലാകാലങ്ങളിൽ? हिंदू धर्म की ये बातें मन को बहुत संतप्त करती है। अपने भारत देश को, अपनी भारतीय संस्कृति को निष्कलंक बनाने के लिए हृदय तड़पता है. നമ്മുടെ ഹിന്ദു കൾച്ചറിൽ ഈ ഒരു നമ്മുടെ രാജ്യത്തിന് ഒരു അപമാനമായിട്ട് മാറിയ ഈ ഒരു ജാതി വ്യവസ്ഥ ഇതെന്നെങ്കിലും മാറുമോ? എൻ്റെ ഹൃദയം തടപ്താ ഹെ. ഇതിലൊരു മാറ്റം വരുത്തി നമ്മുടെ ഇന്ത്യൻ കൾച്ചറിനെ കുറച്ചുകൂടെ ഒന്ന് റിഫൈൻഡ് ആക്കാൻ വേണ്ടി എൻ്റെ മനസ്സ് വിതുമ്പുന്നു. किसी देश और समाज की स्थिति का मूल्यमापन कहीं आर्थिक स्थिति से होता है, कहीं राजनैतिक स्थिति से, कहीं नैतिक मूल्यों के आधार पर होता है, कहीं शिक्षा से. मगर हमारे देश में अभी तक व्यक्ति और समाज का मूल्यांकन जाति के आधार पर ही होते रहा है. ഇപ്പോൾ വേറെ ലോകരാജ്യങ്ങളൊക്കെ എടുത്താൽ അവിടുത്തെ സൊസൈറ്റിയുടെ ഹാപ്പിനെസ് ഇൻഡെക്സ് കണക്കാക്കുന്നത് പല കാര്യങ്ങളിലാണ്. അവർ പുരോഗമിച്ചോ ഇല്ലയോ എന്നുള്ള ആ ഒരു ഇൻഡെക്സ്, ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അവർ കണക്കാക്കുന്നത് എന്തൊക്കെ മൂല്യാങ്കനം ചെയ്തിട്ടാണ്? ആർത്തിക് സ്ഥിതി, അവരുടെ എക്കോണമിക് സിറ്റുവേഷൻ ഇംപ്രൂവ് ആയോ, അല്ലെങ്കിൽ പിന്നെ രാജനൈതിക് സ്ഥിതി, അവരുടെ പൊളിറ്റിക്കൽ തിങ്കിങ് എങ്ങനെയാണ്, അല്ലെങ്കിൽ നൈതിക് മൂല്യവും ആധാർ പർ അവരുടെ എത്തിക്സ് എങ്ങനെയാണ്, അവരുടെ വാല്യൂസ് എങ്ങനെയാണ്, അങ്ങനെയൊക്കെ വെച്ച്, അല്ലെങ്കിൽ ശിക്ഷ എത്രമാത്രം എഡ്യൂക്കേറ്റഡ് ആണ്, എത്ര പെർസെൻറ്റേജ് ആൾക്കാർ ഒരു രാജ്യത്ത് എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പോൾ അവരുടെ എക്കോണമിക് സിറ്റുവേഷൻ അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ സെറ്റപ്പ് ഇതൊക്കെ വെച്ച് നോക്കിയിട്ടാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെന്താണ്? വ്യക്തി ഓർ സമാജ് കാ മൂല്യാങ്കൻ ജാതി കെ ആധാർ പർ ഹി ഹോത്തെ രഹാ ഹെ. വ്യക്തിയെ അളക്കുന്നതും സമൂഹത്തിനെ അളക്കുന്നതും ഒരു ജാതി വ്യവസ്ഥയുടെ ബേസിസിലാണ്. यह देखकर बहुत दुख और अफसोस होता है. शिक्षित समझदार लोग भी इन बातों को नहीं समझ पाते. नासमझ लोगों की तो बात ही अलग है. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അറിവുള്ള വ്യക്തികൾ പോലും ഇത് പാലിക്കുന്നു, ഈ ഒരു ജാതി വ്യവസ്ഥ. അപ്പോൾ പിന്നെ നാസമജ് ലോഗോं की बात, അത്ര എഡ്യൂക്കേഷൻ ഇല്ലാത്തവരുടെ കാര്യം പിന്നെ പറയണ്ട. पड़ोसिन तंबोली जाति की थी. उसका 4 साल का लड़का था. പതി 11-12 बजे रात तक പാൻ ठेला बंद करके लौटता था. ഇനി എൻ്റെ നെയ്ബറിൻ്റെ കാര്യം പറയാം. തമ്പോളി ജാതിയായിരുന്നു. 4 साल का लड़का था. 4 വയസ്സുള്ളൊരു പയ്യനുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് പാൻ ठेला ആയിരുന്നു. പാൻ ठेला എന്ന് വെച്ചാൽ ഈ മുറുക്കാൻ വിൽക്കുന്ന ഈ മേക്ക് ഷിഫ്റ്റ് കടയായിട്ട് ഇങ്ങനെ നടക്കത്തില്ലേ, എന്നിട്ട് എവിടെയെങ്കിലും ഒന്ന് നിർത്തിയിട്ടിട്ട് പാൻ ഉണ്ടാക്കി കൊടുക്കും, മുറുക്കാൻ ഉണ്ടാക്കി കൊടുക്കും. 11-12 മണിയാകുമ്പോഴാണ് അയാൾ തിരിച്ച് എത്തുന്നത്. अक्सर शाम को तमोलन के घर एक जवान लड़का आता था. तमोली के आने के पहले वह चला जाता था. हम और मोहल्ले के अन्य लोग भी उसे आते जाते देखते थे. लोग यह बात जानते हैं. यह जानकर भी तमोलन निर्लज्जता के साथ हंसती रहती है, जैसे यह कोई गलत बात ही नहीं है. चरित्रहीन होने के बाद भी उसे ऊंची जाति का गुमान था. അപ്പം ഞങ്ങളുടെ ആ നെയ്ബർ ലേഡി ഭർത്താവ് രാവിലെ പാൻ ഠേലയായിട്ട് പോയി രാത്രി 11-12 മണിയാകുമ്പോഴാണ് വരുന്നത്. ആ സമയത്ത് അവിടെ ഒരു ചെറുപ്പക്കാരൻ സ്ഥിരം വിസിറ്റ് ചെയ്യുമായിരുന്നു. അപ്പം അവർ തമ്മിൽ എന്തോ ഒരു അവിഹിത ബന്ധമാണെന്നുള്ളത് സമൂഹത്തിലെ എല്ലാവർക്കും ഏകദേശം ഒരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും അവരൊരു ഹൈ കാസ്റ്റ് ആയത് കാരണം അത് അവർക്കൊരു കളങ്കമല്ലാത്ത പോലെയാണ് അവർ നിർലജ് ഹോക്കർ. നിർലജ് എന്ന് വെച്ചാൽ ഒരു നാണവും ഇല്ലാതെ അവർ എല്ലാവരുമായിട്ടും കളിച്ചും ചിരിച്ചും. കാരണം അവരുടെ ഒരു ധാരണ അവരൊരു ഹൈ കാസ്റ്റ് ആയത് കാരണം അവരിതൊക്കെ കാണിച്ചാലും ഒരു കുഴപ്പവും ഇല്ല. सामने वाली महिला कुंबी जाति की थी. वह बहुत धार्मिक थी. सुबह शाम नियमित रूप से पूजा करती, पोथी पढ़ती और भजन करती रहती थी. घर का काम बेटी करती रहती. बेटी मैट्रिक पास नहीं कर सकी, फिर भी उसे इस बात का दुख नहीं था. ഇനിയും ഈ ഒരു ലേഡി സുശീല താക്ബോറെ നെയ്ബേഴ്സിനെ എല്ലാം ഒന്ന് ഒരു അനലൈസ് ചെയ്യാൻ. ഒരു നെയ്ബർ കുൻബി ജാതിയിലായിരുന്നു. അവരെന്ന് വെച്ചാൽ ബഹുത് ധാർമ്മിക് വ്യക്തി തി, വളരെ എപ്പോഴും പൂജാപാഠമൊക്കെ ചെയ്യുന്ന വളരെ റിലീജിയസ് ആയിട്ടുള്ളൊരു ലേഡിയായിരുന്നു.
സുബഹ ഷാം നിയമിത് റൂപ് സെ പൂജ കർത്തി. രാവിലെയും വൈകിട്ടും പൂജ ഇത് തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കും. പോഥി പഠത്തി ഓർ ഭജൻ കർത്തി. പോഥി പഠന ധർമ്മഗ്രന്ഥ്, അവർ റിലീജിയസ് ബുക്സ് വായിക്കും, ഭജൻ പാടും. ഘർ കാ കാം ആര് ചെയ്യും? വീട്ടുജോലി. അപ്പോൾ അവരുടെ പ്രൈമറി ഉത്തരവാദിത്തം വീട്ടുജോലി ചെയ്യുക എന്നുള്ളത് അത് മകളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ബേട്ടി മെട്രിക് പാസ് നഹീ കർ സക്കി. അപ്പം വീട്ടുജോലിയെല്ലാം ചെയ്ത് മകൾ മെട്രിക് ജയിച്ചില്ല. ഫിർ ഭി ഉസേ ഇസ് ബാത് കാ ദുഃഖ് നഹീ താ. പക്ഷേ ആ ലേഡിക്ക് മകൾ ജയിച്ചില്ല അതൊരു പ്രശ്നമേ അല്ല. उसको कोई दुख नहीं था. उसे दुख था हमारे वहाँ रहने का. इसके लिए वह रात दिन कुढ़ती थी. उसके लिए जाति भेद ही सर्वोपरि था, ബേട്ടി കാ ഭവിഷ്യ നഹി. അപ്പോൾ ഇന്ന് ഈ പെൺകുട്ടികളെ എല്ലാം ഇത്രയും വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു സമയത്ത് പോലും എൻ്റെ നെയ്ബറിന് അവർക്ക് ഈ ഞങ്ങളിവിടെ താമസിക്കുന്നു, താഴ്ന്ന ജാതിക്കാരെ നമ്മൾ അവരുടെ നെയ്ബറായിട്ട് വന്ന് താമസിക്കുന്നു എന്നതാണ് ബുദ്ധിമുട്ട്. അല്ലാതെ അവരുടെ മകളെ പറ്റിയാണ് വാസ്തവത്തിൽ അവർ ചിന്തിക്കേണ്ടത്. മകളുടെ ഭാവിയെ പറ്റിയാണ് അവർ വ്യാകുലപ്പെടേണ്ടത്. പക്ഷേ മകൾ തോറ്റെങ്കിലും അവർക്ക് അതിലൊരു ബുദ്ധിമുട്ടും ഇല്ല. जातिभेद की बातें लोग पूरी तरह मानते थे. अपना लाभ हानि भी नहीं देखते थे. അവർക്കെന്താണ് നഷ്ടം, അവർക്കെന്താണ് ലാഭം? ഞങ്ങളെപ്പറ്റി പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മകളെ പഠിപ്പിക്കാൻ അവസരം കൊടുക്കുക, അതൊന്നും അവർ നോക്കത്തില്ല. महेंद्र कॉमरेड के उस घर में हम मकान मालकिन की शर्तों के अनुसार ही रह सके थे. हमसे मिलने हमारे रिश्तेदार वहाँ अधिक नहीं आए. कभी ननद का परिवार आता था, कभी चचेरे ननद, देवर, जेठ कुछ देर के लिए आते थे बस. कॉमरेड की पत्नी होकर भी वह धर्म कर्म जाति भेद अधिक मानती थी. കോമ്രേഡിൻ്റെ വൈഫായിട്ട് കൂടി അവർക്ക് പുരോഗമന ചിന്താഗതി ഒന്നും ഇല്ലായിരുന്നു. അവർ ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഒരു ശ്രദ്ധ ഉണ്ടായിരുന്നു, അധികം വിസിറ്റേഴ്സ് വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ റിലേറ്റീവ്സ് ജസ്റ്റ് വന്ന് പെട്ടെന്ന് അങ്ങ് പോവുമായിരുന്നു, ആരും അധികം സ്റ്റേ ചെയ്യത്തില്ലായിരുന്നു. एक बार माँ और पिताजी आए थे. आते ही घर के अंदर चले गए. 3 दिन वे अंदर ही रहे. फिर चुपचाप वापस चले गए. ഒരിക്കൽ എൻ്റെ അച്ഛനും അമ്മയും വന്നു. അപ്പോൾ അവർ വന്ന ഉടനെ വീടിൻ്റെ അകത്ത് കയറിയതാണ്. 3 ദിവസം പിന്നെ വെളിയിലോട്ട് ഇറങ്ങിയിട്ടേ ഇല്ല. कितना आतंक था मोहल्ले वालों का. बेचारे हर समय डरे सहमे रहे. न जोर से बोले न हंसे. സിർ ഝുക്കാക്കർ ആയേ ഓർ സിർ ഝുക്കാക്കർ ചലേ ഗയേ. എന്തോ കുറ്റവാളികൾ വരുന്ന പോലെ അച്ഛനും അമ്മയും വന്നു, വെളിയിലോട്ട് കാരണം അവർക്കറിയാം ഇവിടുത്തെ സിറ്റുവേഷൻ. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം ഇങ്ങനെ ഹൈ ക്ലാസ് ആൾക്കാരുടെ ഇടയ്ക്കാണ് ഞങ്ങൾ താമസിക്കുന്നത്, ഞങ്ങൾക്കിങ്ങനെ ബുദ്ധിമുട്ടുണ്ടെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർ വെളിയിലോട്ട് ഇറങ്ങിയതേ ഇല്ല. സിർ ഝുക്കാക്കർ ആയേ ഓർ സിർ ഝുക്കാക്കർ ചലേ ഗയേ. ന ജോർ സെ ബോലെ ന ഹസെ. ലൗഡായിട്ട് ചിരിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തില്ല. उन्हें चिंता थी कहीं उनकी बेटी दामाद किसी परेशानी में न पड़ जाए. यदि जाति के कारण उन्हें इस घर से निकाला गया तो वे कहाँ जाकर रहेंगे. അവർ വന്ന് സംസാരിക്കുകയും ബഹളമൊക്കെയൊക്കെ ചെയ്താൽ നാട്ടുകാർ ഇവരുടെ മോളെയും മരുമോനെയും ഇവിടുന്ന് ഇറക്കി ഓടിച്ചാൽ പിന്നെ അവരെവിടെ പോയി താമസിക്കും? കഷ്ടപ്പെട്ടാണ് ഈ വീട് കിട്ടിയത്. അതുകൊണ്ട് അവർ അന്യരെ പോലെ വന്നു, തല കുനിച്ച് വന്നു, കുറ്റവാളിയെ പോലെ വന്നു, അതേപോലെ പോയി. किराए का दूसरा घर मिल पाना आसान बात नहीं थी. अपने जाति समुदाय के मोहल्लों में रहना भी कठिन था. असुविधा, शोर आवाज़, ईर्ष्या द्वेष और झगड़ों के कारण शांति से वहाँ रहना मुश्किल था. ഇനി നമ്മുടെ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ ഇടയിൽ താമസിക്കുകയാണെങ്കിലും അത് വളരെ ദയനീയ അവസ്ഥയാണ്. കാരണം അവർക്ക് വിദ്യാഭ്യാസമില്ല, അവർ ഒട്ടും അറിവില്ലാത്തവരാണ്. അവരെന്താ ചെയ്യുന്നത്? ഷോർ ആവാസ്, അവർ ഇങ്ങനെ അവരുടെ ആ വിദ്യാഭ്യാസ ഇല്ലായ്മയും അവരുടെ ആ ഒരു സംസ്കാര ശൂന്യതയും ഇവരെക്കാളും കൂടുതലാണ്. അവരങ്ങ് ഈർഷ്യ, ദ്വേഷ്, വഴക്ക്. അവർ പിന്നെ വീടിനകത്തല്ലല്ലോ, മുറ്റത്തോട്ട് ഇറങ്ങിയാണ് വഴക്കും ബഹളവും. അപ്പോൾ അങ്ങനത്തെ ഒരു തെരുവിൽ ജീവിക്കുന്നത് ഒരു ടീച്ചറായതിനു ശേഷം പിന്നെ ഇവരുടെ ചിന്താഗതിയൊക്കെ മാറിയതിന് ശേഷം ഇവർക്കിനി ഇവരുടെ മക്കളെയും ഇതൊക്കെ തന്നെ കാണിക്കണം എന്നുള്ള ഒരാഗ്രഹം ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് അവർ ഇങ്ങനത്തെ ഒരു അപമാനം സഹിച്ചാണെങ്കിൽ കൂടി അല്പം ശാന്തമായിട്ടൊരു നല്ല ഏരിയയിൽ ജീവിക്കാമെന്നും പറഞ്ഞ് ഇവിടെ വന്ന് താമസിക്കുന്നത്. हमारे लोग कभी अनजाने में और कभी जानबूझकर तकलीफ़ बढ़ा देते थे. इन्हीं परेशानियों से बचने के लिए हमने गैरों के बीच में रहने का निर्णय लिया था. അപ്പോൾ ഞങ്ങളുടെ ജാതിയിൽപ്പെട്ട ആൾക്കാരുടെ ഇടയിൽ പോയി താമസിച്ചാൽ ഈ ഒരു പ്രശ്നം ഒഴിവാവും, ഇൻസൾട്ട് നേരിടേണ്ടി വരത്തില്ല. പക്ഷേ അവിടെ വേറെ ചില കൾച്ചറും വേറെ ചില രീതികളുമാണ്. അപ്പോൾ അത് നമ്മുടെ അടുത്ത ജനറേഷനിലേക്ക് പകരാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അല്പം മാറി
ഇത്രയൊക്കെ ഇൻസൾട്ട് സഹിച്ചിട്ട് പോലും ഇവിടെ ജീവിക്കുന്നത്. मेरी सासू माँ की मृत्यु इसी घर में हुई थी. 65 वर्ष की उम्र थी. कुछ शारीरिक तकलीफ थी. वे कई दिनों से बीमार थी. घर में अंदर ही अंदर रहकर बिना किसी से बोले दिन भर अकेले चुप रहना दुखदाई था. हम स्कूल जाते थे, तब से हमारे आने तक दरवाज़ा बंद रहता था. हमारे आने के बाद फिर से बंद हो जाता था. घर भी ऐसा था, न हवा न प्रकाश. दिन में भी अंधेरा रहता. दिन भर बिजली का बल्ब ഓൺ रखते थे. അപ്പോൾ എൻ്റെ മദർ ഇൻ ലോ ഈ വീട്ടിലാണ് മരണപ്പെട്ടത്. അപ്പോൾ അതും ഒരു വല്ലാത്തൊരു ട്രാജിക് സിറ്റുവേഷനാണ്. 65 വയസ്സായിരുന്നവർക്ക് കുച്ച് ശാരീരിക് തക്ലീഫ് തി, കൈ ദിനോസെ ബീമാർ തി, കുറച്ച് അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അവരിവിടെ ജീവിച്ച അത്രയും കാലം ഘർ കെ അന്തർ ഹി അന്തർ രഹനാപ്പടാം. വീട് ജനലൊന്നുമില്ല, ശുദ്ധവായുവില്ല. ഞങ്ങൾ ജോലിക്ക് പോകുമ്പോൾ അമ്മ അകത്തുനിന്ന് കഥ അടയ്ക്കും. ഞങ്ങൾ വരുമ്പം കഥ തുറന്ന് ഞങ്ങൾ പിന്നെ കയറി അകത്തുനിന്ന് പിന്നെയും കഥ അടയ്ക്കും. കാരണം നമ്മുടെ മുഖം കാണുന്നത് നെയ്ബേഴ്സിന് ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഒന്ന് മുറ്റത്തൂടി ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ, സ്വന്തം വീട്ടിൻ്റെ മുറ്റത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ, ശുദ്ധവായു അകത്തോട്ട് വരുന്നില്ല. അപ്പോൾ ഒറ്റയ്ക്കിരുന്നിരുന്ന് അമ്മ വളരെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലാണ് മരിച്ചത്. उन दिनों मीरा अपनी सास के घर नागपुर की डिफेंस कॉलोनी गई थी. मेरी सास की मृत्यु हुई तब मैं घर में अकेली थी. ठाकबोरे जी सुबह से किसी काम से बाहर गए थे. चिंटू बेटा उनके साथ था. सासू माँ को हिचकी लेते देखकर मैंने उन्हें पुकारा, माँ माँ क्या हुआ माँ. उन्होंने कोई जवाब नहीं दिया. ആ സമയത്ത് അമ്മ മരിച്ച ആ സമയത്ത്, മദർ ഇൻ ലോ മരിച്ച സമയത്ത് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു. ഞാനും മദർ ഇൻ ലോ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അമ്മ ഇങ്ങനെ ഹിച്കിയിലേറിയിട്ട് അമ്മയ്ക്ക് എന്തോ ഇക്കിള് വരുന്ന പോലെ തോന്നി. ഞാൻ ചോദിച്ചു അമ്മ എന്താണ്? അമ്മ ഒന്നും മിണ്ടിയില്ല. मैं उनकी छाती पर हाथ फेरती रही. उनकी हथेलियाँ मलती रही. सासू माँ शांत लेटी है, यह देखकर मैं देर तक पलंग पर उनके सिरहाने बैठी रही. काफ़ी देर हो गई. यह देखकर मैंने उन्हें पुकारा. उनका हाथ पकड़कर हिलाया. उनकी हथेली को अपनी हथेली से मलती रही. അപ്പോൾ അമ്മയ്ക്ക് അല്പം അസ്വസ്ഥതകളുണ്ടായിരുന്നു. ഞാൻ അല്പം നെഞ്ചൊക്കെ തടവി കൊടുത്ത് പിന്നെ അമ്മ ഇങ്ങനെ ഉറങ്ങുന്ന പോലെ കിടന്നു. ഞാനും അപ്പോൾ അടുത്തിങ്ങനെ ഇരുന്നു. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ അനക്കിയിട്ടും കുലുക്കിയിട്ടും ഒന്നും അമ്മ എണ്ണീക്കുന്നില്ല. मैंने देखा धीरे धीरे सासू माँ की उंगलियां मुड़कर कठोर हो गई और मेरी हथेली को जकड़ने लगी. यह देखकर मैं डर गई. मैं डर कर चीखने लगी. चीखते हुए मैंने अपना हाथ छुड़ाया और नीचे बैठकर अकेली रोने लगी. मेरी चीख, मेरा रोना सुनकर भी पड़ोस का कोई नहीं आया. അപ്പോൾ ആ സമയത്ത് ഞാനും മദർ ഇൻ ലോ മാത്രമേ ഉള്ളായിരുന്നു. അമ്മ ആ ലാസ്റ്റ് നിമിഷം എൻ്റെ കൈക്ക് കയറി ഇങ്ങനെ മുറുക്കുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോഴാണ് മനസ്സിലായത് അമ്മ മരിക്കാൻ പോകുന്നു. അങ്ങനെ ഞാൻ കിടന്ന് നിലവിളിച്ചു. മെനെ ചീഖ റോയ ലേക്കിൻ കോയി നെഹി ആയ. പടോസി ആരും ഇത് കേട്ടിട്ട് വന്നില്ല. ठाकबोरी जी ने आकर देखा माँ अब नहीं रही. उन्होंने अपने कुछ रिश्तेदारों को खबर दी. कुछ लोग घर के सामने इकट्ठे हुए. घर मालकिन ने यह देखा तो वह 1 मिनट के लिए घर के अंदर आई. फिर बाहर आकर ठाकबोरे जी से बोली, यह सब तो ठीक है, मगर आप इन्हें किसी रिश्तेदार के घर ले जाओ. वहाँ ले जाकर वह सब क्रिया कर्म करो. हमारे घर में यह सब नहीं होना चाहिए. आप लाश यहाँ से ले जाओ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ മദർ ഇൻ ലോ മരിച്ചു കിടക്കുന്നു. ഈ വീട്ടുടമസ്ഥ വന്നിട്ട് ആ ലേഡി പറയാണ്, ലാൻഡ് ലേഡി വന്ന് എന്താ പറയുന്നത്, ജസ്റ്റ് ഒന്ന് ബോഡി ഒന്ന് നോക്കി. അപ്പോൾ സാധാരണ നമ്മളൊരു വീട്ടിൽ അറ്റ്ലീസ്റ്റ് ഒരു മരണസമയത്തെങ്കിലും മനുഷ്യരുടെ മനസ്സ് അലിയുന്നതാണ്. പക്ഷേ ഈ ലേഡി വന്ന് എന്താണ് പറഞ്ഞത് ആദ്യം, ഇവിടെ ഈ ക്രിയാകർമ്മങ്ങളൊന്നും നടത്താൻ പറ്റത്തില്ല, നിങ്ങൾ ഏതെങ്കിലും റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്ക് ബോഡി ഷിഫ്റ്റ് ചെയ്യണം. 1980 की 4 मई को लास्ट वर्किंग डे के बाद हम दोनों पति पत्नी को 1.5 माह की स्कूल की ग्रीष्मकालीन छुट्टियां मिली थी. जैसे सासू माँ इस दिन की राह देख रही थी कि कब मेरे बेटे बहू को अवकाश मिले तो मैं इस घर से जाऊं. तबीयत खराब होने के कारण वे सोई सोई रहती थी. मकान मालिक की बात सुनकर ठाकबोरे जी ने तुरंत रिक्शा बुलाया. मृत सासू माँ को चादर में लपेट कर रिक्शे में रखा. അപ്പോൾ ആ 1980s 4th മെയ് ആ സമയത്ത് ഞങ്ങളുടെ സ്കൂൾ അടയ്ക്കുന്ന ഒരു ഡേയിൽ ലാസ്റ്റ് വർക്കിംഗ് ഡേ ഞങ്ങളുടെ മദർ ഇൻ ലോ ആക്ച്വലി ആ ഒരു വെക്കേഷന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. കാരണം ഞങ്ങൾക്ക് അവധി കിട്ടുമ്പം വേണം അമ്മേനെ കൊണ്ട് ഞങ്ങൾ കുറച്ചൊന്ന് വെളിയിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകാൻ.
പക്ഷേ അമ്മയ്ക്കത് സാധിച്ചില്ല. അതിനു മുമ്പേ അമ്മ മരണപ്പെട്ടു. അപ്പോൾ ഇത് മകന്, എൻ്റെ ഹസ്ബൻഡിന് അത് ഓർത്തിട്ട് വളരെ സങ്കടം തോന്നി. അമ്മയ്ക്ക് ഈ വീട്ടിൽ നിന്നൊന്ന്, വാസ്തവത്തിൽ അമ്മ ഈ വീട്ടിൽ വീർപ്പ് മുട്ടിയാണ് ജീവിച്ചത്. അപ്പം മരിച്ച ശേഷം ഇനി അമ്മയുടെ ക്രിയാകർമ്മങ്ങൾ ഏതായാലും ലാൻഡ് ലേഡി വന്ന് പറഞ്ഞു ഇവിടെ നടത്താൻ പറ്റില്ല. അപ്പം എൻ്റെ ഹസ്ബൻഡും വിചാരിച്ചു, ഠാക്ബോറേജിയുടെ ഹസ്ബൻഡും വിചാരിച്ചു ശരിയാണ്, അമ്മ വാസ്തവത്തിൽ ഈ വീട്ടിൽ ശ്വാസം മുട്ടിയാണ് ജീവിച്ചത്. അമ്മ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ച ഒരു സ്ത്രീയാണ്. അപ്പോൾ അമ്മേനെ ആ ഒരു ബോഡി അവർ ഒരു ഷീറ്റിൽ പൊതിഞ്ഞ് ഒരു റിക്ഷയിലിരുത്തി കൊണ്ടുപോയി. मृत सासू माँ को चादर में लपेट कर रिक्शे में रखा। मैं लाश के साथ रिक्शे में बैठी। चचेरी ननद कमलाबाई भी साथ बैठी। मोहल्ले की कोई महिला बाहर नहीं आई, न किसी ने मुझे सांत्वना दी. അപ്പോൾ ഒരു മരണം നടത്തിട്ട് പോലും അടുത്തുള്ള ആരും ഞങ്ങളുടെ അടുത്തേക്ക് വന്നില്ല, ഞങ്ങളെ ആശ്വസിച്ചില്ല, ഞങ്ങളെ ആശ്വസിപ്പിച്ചുമില്ല. ഞങ്ങളിങ്ങനെ ബോഡി ഇങ്ങനെ റിക്ഷയിലാണ് കൊണ്ടുപോയത്. यह सब देख कर मेरा हृदय क्रंदन कर उठा. क्या यही है भारतीय समाज, भारतीय सहिष्णुता? विश्व बंधुत्व की बात करने वाले अपने पड़ोसी से भी मानवता, भाईचारे का संबंध नहीं रख सकते? ഇതാണോ വിശ്വബന്ധുത്വം എന്ന് പറയുന്ന, ഇതാണോ ഇന്ത്യൻ സഹിഷ്ണുത? ഒരാൾ മരിച്ചാൽ പോലും തിരിഞ്ഞു നോക്കാത്തൊരു സമൂഹമാണോ ഭാരതീയ സമൂഹം? मैं ज़ोर ज़ोर से रोने लगी. तब ठाकबोरे जी ने कहा यहाँ मत रो. അപ്പം ഞാൻ നിലവിളിച്ച് കരയാൻ തുടങ്ങി. കാരണം ഒരു ഡെഡ് ബോഡിയുടെ അടുത്ത് ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ ഇങ്ങനെ ഇരുന്നപ്പം ഭർത്താവ് പറയും ഇവിടെ വെച്ച് കരയണ്ട. मैं रिक्शे में बैठी हथेलियों में मुंह छिपाए रोती रही. रिक्शा शाम टॉकीज के पास से मेडिकल टीबी वार्ड के धोबी चाल के क्वार्टर आया. यहाँ सर्वेंट क्वार्टर में चाचा, ससुर, मौसी, सास अपने परिवार के साथ रहते थे. चाचा और मौसी मेडिकल अस्पताल में नौकरी करते थे. उनके 4 बेटे और 3 बेटियों का भरा पूरा परिवार था. അപ്പം ഞങ്ങൾ റിക്ഷ എങ്ങോട്ടാണ് പോയത്? മെഡിക്കൽ TB വാർഡിൻ്റെ ധോബി ചാൽ കെ ക്വാർട്ടേഴ്സ്, അവിടെ മെഡിക്കൽ കോളേജിലെ ധോബി ചാൽ, ഈ തുണിയൊക്കെ കഴുകുന്ന ആ ആൾക്കാർ താമസിക്കുന്ന, ധോബീസ് താമസിക്കുന്ന ക്വാർട്ടേഴ്സിൻ്റെ അടുത്ത് ഞങ്ങളുടെ റിലേറ്റീവ് ഉണ്ടായിരുന്നു. അവരുടെ വീട്ടിലേക്കാണ് ഞങ്ങൾ വന്നത്. मैयत उठाने के लिए हमारे सब रिश्तेदार यहाँ इकट्ठे हुए. मोहल्ले के सब लोग भी आ गए. घर परिवार के हम सब लोग धाड़ मारकर रोने लगे. जहाँ हम 1 साल से रह रहे थे उस मोहल्ले के लोग मुझसे एक शब्द नहीं बोले थे. इतनी बड़ी दुखद घटना होने के बाद भी संवेदना, सहानुभूति का भाव नहीं बता सके. किसी ने अपने बच्चों को भी वहाँ झांकने नहीं दिया. ऐसा असामाजिक व्यवहार, ऐसा अमानवीय हृदयहीन व्यवहार, क्या हम इंसान नहीं? वहाँ हम अपने दुख में ज़ोर से रो भी नहीं सकते थे. അപ്പോൾ ഒരു മരണം നടന്നിട്ട് പോലും ഒന്ന് ആശ്വസിപ്പിക്കാൻ വരാത്ത ആൾക്കാർ. അപ്പം നമ്മൾ വാസ്തവത്തിൽ മനുഷ്യരല്ലേ? അല്പം മനുഷ്യത്വമെങ്കിലും നമ്മളോട് കാണിച്ചുകൂടെ അവർക്ക്? അവരുടെ മക്കളെയും ഈ മരണ വീട്ടിലേക്ക് വിടുത്തില്ല, അവരും വന്നില്ല. എന്നിട്ട് നമുക്ക് ഒന്ന് നിലവിളിക്കാൻ പോലും ആ ഒരു ഏരിയയിൽ ബുദ്ധിമുട്ടായിരുന്നു. यहाँ हमने अपने लोगों को अपना दुख बताया. हमारे लोगों ने हमारा दुख समझा. हमारे दुख में वे भी सहभागी हुए, वे भी रोए. मैंने रो रो कर सबको बताया. मैं अकेली थी, मुझे कुछ जानकारी नहीं थी कि यह सब कैसे होता है. सासू माँ ने मेरा हाथ पकड़ लिया था. मैं डर कर चीखी थी. मेरी चीख सुनकर कोई नहीं आया. मैं रोती रही. मुझे रोती देख कर भी कोई नहीं आया. ഞാൻ അവിടെ എത്തിയപ്പം ഞങ്ങളുടെ റിലേറ്റീവ്സും ഞങ്ങളുടെ ആൾക്കാരുടെയൊക്കെ ഇടയ്ക്ക് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇങ്ങനെ അമ്മ മരിച്ചപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു, എനിക്കിതറിയില്ലല്ലോ. അമ്മ എൻ്റെ കൈക്ക് കയറി പിടിച്ചു, മുറുകി പിടിച്ചു. അപ്പം ഞാൻ നിലവിളിച്ചു, പക്ഷെ ആരും കരഞ്ഞിട്ടും നിലവിളിച്ചിട്ടും ആരും അവിടുത്തെ ആൾക്കാർ ഒറ്റ ആൾ പോലും തിരിഞ്ഞ് നോക്കിയില്ല. चचेरी ननद कमलाबाई बोली, हम तो कहते हैं यहीं अपने वालों के बीच रहो, इधर उधर परायों के बीच रहने क्यों जाते हो? അപ്പം നാച്ചുറൽ ഒരു ചോദ്യം അവിടുന്ന് സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം ഉദിച്ചു. ഞങ്ങളുടെ ആൾക്കാർ പറഞ്ഞു, എന്തിനാ അവരുടെയൊക്കെ അടുത്ത് പോയി താമസിക്കുന്നത്? അപ്പോൾ അവർക്കും നാച്ചുറലി തോന്നിച്ചിട്ട് ജാട കാണിക്കാൻ വേണ്ടിയാണ് ഇവർ അവിടെ പോയി താമസിക്കുന്നത്. എന്തുകൊണ്ട് നമ്മുടെ ആൾക്കാരുടെ ഇടയ്ക്ക് താമസിച്ചുകൂടാ? मैं उनसे क्या कहती, अपनों के बीच रहने में भी परेशानियाँ थी. शिक्षित होकर अच्छी नौकरी करते हुए हम अच्छे जीवन यापन की कामना करने लगे थे, मगर इसके लिए हमें सहयोग नहीं मिल सका.
അപ്പോൾ അങ്ങനെ ചോദിക്കുന്നവരോട് എന്ത് മറുപടിയാണ് പറയേണ്ടത്? അല്പം എഡ്യൂക്കേറ്റഡായി നമ്മുടെ അടുത്ത ജനറേഷനെങ്കിലും അല്പം നല്ലപോലെ ചിന്തിക്കണം എന്നൊരാഗ്രഹത്തിലാണ് ഒരു നല്ല ഒരു ഏരിയയിൽ പോയി താമസിക്കണമെന്ന് ആഗ്രഹിച്ചത്. പക്ഷേ അതിപ്പോൾ ഇങ്ങനെയായി. वहाँ उपस्थित रिश्तेदार महिलाओं ने हिंदू रीति रिवाज से सासू माँ को नहलाया. सभी महिलाओं ने उन पर थोड़ा थोड़ा पानी डाला, मानो सब ने नहलाया. पुराने गीले कपड़े उतार कर नए कपड़े पहनाए गए. उन्हें महाराष्ट्रीयन पद्धति की 16 हाथ लंबी साड़ी कछौटा लगाकर पहनाई गई. तुरंत सिलवाकर ढीला लंबा नया ब्लाउज उल्टा पहनाया गया. सास विधवा थी, इसलिए उनका कोई श्रृंगार नहीं किया गया. पुरुषों ने बांस की सीढ़ी ठठरी बना ली. उस पर तनस यानी कि लंबी घास बिछाकर नया सफ़ेद झिरझिरा कपड़ा बांधा गया. सासू माँ हमेशा के लिए विदा हो रही है, फिर कभी नहीं दिखेंगी, यह सोचकर ही छाती फट रही थी. ठाकबोरे जी घबराए हुए रो रहे थे. अर्थी पर शॉल डाला गया. रिश्तेदारों और मोहल्ले के लोगों ने फूलों के हार डाले. അപ്പോൾ അങ്ങനെ ആ മദർ ഇൻ ലോയുടെ ഡെഡ് ബോഡി കുളിപ്പിച്ച് വൃത്തിയാക്കി നല്ല വസ്ത്രങ്ങളൊക്കെ ഇടിയിപ്പിച്ച് അപ്പോഴത്തേക്കും ഒരു ടട്ടറി ഉണ്ടാക്കി. ടട്ടറി എന്ന് വെച്ചാൽ ഈ മുള കൊണ്ടുള്ള ഇങ്ങനെ ആ ബോഡി പൊക്കിക്കൊണ്ട് പോകാൻ വേണ്ടി. എന്നിട്ട് അതിൽ ലംബി ഘാസ് അവരുടെ രീതി അനുസരിച്ച് എല്ലാ കർമ്മങ്ങളും ചെയ്തു. പിന്നെ ആ ലേഡി വിധവയായിരുന്നു മരിക്കുന്ന സമയത്ത്, അതുകൊണ്ട് ഒരുക്കങ്ങളൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് बॉडी रेडियाकी. पूरी अर्थी फूलों के हार से ढंक गई. 4 लोगों ने कंधों पर अर्थी उठाई. ठाकबोरे जी रस्सी से बंधी छोटी मटकी में अग्नि लेकर अर्थी के आगे आगे चले. श्मशान घाट में चिता को अग्नि दी गई. അങ്ങനെ ശ്മശാൻ ഘാട്ടിൽ പോയി ചിതയ്ക്ക് തീ കൊളുത്തി. इस दुखद घटना के साथ उपेक्षा, अपमान, तिरस्कार और बहिष्कार की हृदय विदारक वह घटना ऐसी थी कि हम जलती चिता के सामने खड़े होकर प्रण करते, कसम खाते और सबके सामने यह जाहिर करते, हम ऐसे जातिवादी लोगों से बदला ज़रूर लेंगे. അപ്പോൾ ആ സമയത്ത് ആ ചിത അവിടെ കത്തിക്കൊണ്ടിരുന്നപ്പം ഞങ്ങളുടെ മനസ്സിലൊരു പ്രത്യേക ഒരു വൈരാഗ്യം, ഒരു ആവേശം, ഇങ്ങനത്തെ ജാതിവാദി ലോകോസെ, ഇങ്ങനത്തെ ജാതി വ്യവസ്ഥയെ വിശ്വസിക്കുന്നവരുടെ ഹം ബദ്ല ജറൂർ ലെങ്കെ, നമ്മൾ ഇതിന് പകരം വീട്ടും. അപ്പോൾ ആ ചിത കത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മരിച്ചിട്ടും ആ ഒരു വീട്ടിലേക്ക് എത്തി നോക്കാത്തവർ, നമുക്ക് പെട്ടെന്നൊരു സപ്പോർട്ട് വേണ്ട ഒരു അവസ്ഥയാണ് വീട്ടിലൊരു മരണം നടക്കുമ്പോൾ. അതിന് പോലും വരാത്ത ആൾക്കാർ, അവർക്ക് അതിനേക്കാളും വലുത് ജാതിയാണെങ്കിൽ ഇവരോട് നമ്മൾ പ്രതികാരം എടുക്കും. അങ്ങനെ ഞങ്ങൾ മനസ്സിൽ കരുതും. बदला लेने की कस्में ऐसे ही अवसरों पर खाई जाती हैं जब दिल पर बहुत गहरी चोट लगी हो, जब दुख का पहाड़ सिर पर टूटा हो, जब अन्याय अत्याचार पूर्ण दुर्व्यवहार के असीम दुख से मन तिल मिलाया हो. तब हृदय की हुक दृढ़ निश्चय की कसम बन जाती है. तब आक्रोश की चिंगारियाँ फूटने लगती हैं. तब अन्यायी व्यवस्था को तोड़ने का निश्चय आग की तरह भड़क उठता है. मैंने भी यह निश्चय किया, हम उस मोहल्ले में उन जातिवादी लोगों के बीच नहीं रहेंगे. അപ്പോൾ ഞങ്ങൾ ഒരു ഡിസിഷൻ എടുത്തു, ഞങ്ങൾ ഇനി ആ തെരുവിൽ ആ ഒരു ജാതിനെ മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണുന്ന കൂട്ടരുടെ ഇടയ്ക്ക് ഞങ്ങൾ ജീവിക്കുന്നില്ല. फिल्मों की बात या कहानी उपन्यासों में चरमोत्कर्ष की बात अलग होती है. साधारणतः जीवन में सोच समझकर कदम उठाया जाता है. क्रांति कुर्बानी के बिना नहीं आती. क्रांतिकारी बनने के लिए भावनाओं के उद्रेक के बहुत ऊंचे तापमान की ज़रूरत होती है. उतना तापमान जितना ज्वालामुखी के भीतर होता है, जो धरती की छाती फाड़ कर आग का दरिया बहा देता है. ഒരു ജ്വാലാമുഖി പോലെ, ജ്വാലാമുഖി എന്തോ വോൾക്കനോ എപ്പോഴാണ് ഇറപ്റ്റ് ആവുന്നത്, അതിൻ്റെ അകത്ത് അത്രയ്ക്ക് പ്രഷർ ഹൈ ആവുമ്പോൾ അത് ആ ലാവായും തീജ്വാലയായിട്ട് അതിങ്ങനെ പൊട്ടും. അപ്പോൾ അതുപോലെയാണ് നമ്മൾ എത്ര അപമാനം സഹിച്ച് അവസാനം ഒരു ലിമിറ്റുണ്ട്. ആ ഒരു ജ്വാലാമുഖിയായിട്ട് നമ്മൾ ഓരോരുത്തരും മാറിപ്പോവും സമൂഹത്തിന് ഈ ഒരു പ്രവൃത്തി കാണുമ്പം. മുജ്മേ ആഗ് കി കമി നഹീ थी, आक्रोश भी बहुत था, मगर हम दुखी थे. क्रांतिकारी विद्रोही मन को अकेलेपन के दुख ने कमज़ोर कर दिया. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ് വാസ്തവത്തിൽ ഞാൻ അത്രയ്ക്ക് ആ സമൂഹത്തിനെ അങ്ങ് വെറുത്തുപോയി. അപ്പം നമ്മുടെ ഇങ്ങനെ ഉള്ള വെറുപ്പിൽ നിന്നാണ് ഒരു വിദ്രോഹി ജനിക്കുന്നത്, ഒരു റെവല്യൂഷണറി ജനിക്കുന്നത്. എൻ്റെ മനസ്സ് വളരെ റെവല്യൂഷണറി ആയിരുന്നു. ലേക്കിൻ മേ ഉസ് സമയ ദുഃഖി थी.
5 मई 1980 को सासू माँ का दाह संस्कार हुआ। हम अपने दुख में रोते रहे। 13वें दिन पूजा और गुरु पाठ कराया। हमारे लोग सिख धर्म का अनुकरण करते हुए गुरु पाठ और गुरु का प्रसाद करते हैं। वाल्मीकियों के गुरुद्वारे उत्तर भारत, मध्य प्रदेश और महाराष्ट्र में बहुत हैं। गुरुवाणी और अरदास के साथ हमने घर में गुरु प्रसाद किया था. അപ്പം ഞങ്ങളുടെ കൂട്ടർ വാൽമീകി കൂട്ടർ സിഖ് മതത്തിലും വിശ്വസിക്കുന്നവരായിരുന്നു. അപ്പം ഞങ്ങൾ ആ ഒരു രീതിയിൽ കർമ്മങ്ങളൊക്കെ നടത്തി. भोजन परोस कर सासू माँ के नाम से भोग लगाकर समाज के लोगों को भोजन कराया. 13वीं का कार्यक्रम करके हम अपने उसी घर में लौट आए, मगर अब यहाँ मेरा मन नहीं लगता था. मुझे यहाँ के लोगों से नफरत हो गई थी. दुखी हृदय चीख चीख कर कहता था, कैसे हैं ये लोग, कैसा इनका धर्म है, कैसे इनके संस्कार हैं, कैसा ईमान है. അപ്പം ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് 13ാമത്തെ ദിവസത്തെ ചടങ്ങെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വാടക വീട്ടിലേക്ക് എത്തി. പക്ഷേ പിന്നീട് എനിക്ക് അവിടെ താമസിക്കാനേ തോന്നിയില്ല. മേരാ ഹൃദയ ചീഖ് ചീഖ് കർ കേത്താ था. എൻ്റെ മനസ്സിൽ നിന്ന് ഇങ്ങനെ ഒരു വോയിസ് വരുന്നുണ്ട്, എങ്ങനത്തെ മനുഷ്യരാണ്, ഒരു മനുഷ്യത്വം ഇല്ലാത്ത മനുഷ്യരാണല്ലോ, ഒരു സംസ്കാരവും ഇല്ലല്ലോ എന്ന് എനിക്ക് എൻ്റെ മനസ്സ് പറഞ്ഞു. जो हमें इंसान नहीं समझते ऐसे इंसानों पर थू है, ऐसे समाज पर थू है. ഇങ്ങനത്തെ ആൾക്കാർ നമ്മളെ മനുഷ്യരായിട്ട് കാണാത്തവരെ നമ്മൾ തുപ്പേണ്ടതാണ്. ഞാൻ തുപ്പാൻ ആഗ്രഹിക്കുന്നു. मेरी नाराज़गी वाजिब थी, मगर किसी को हमारी नाराज़गी की परवाह नहीं थी. हमने निश्चय करके वह घर वह मोहल्ला छोड़ दिया. फिर भी पीड़ा मन में कसकती रही. जाति भेद के दर्द के वे घाव अभी तक हरे भरे हैं. हमने लगातार प्रयत्न करके नया मकान ढूंढा था. शेर सिंह नाहर की मदद से मानेवाड़ा रोड के तुकडोजी चौक पर एक कमरा और किचन का छोटा मकान हम पा सके थे. അങ്ങനെ ഞങ്ങൾ ആ വീട് അവിടെ നിന്ന് അങ്ങ് വിടുകയാണ്. മനസ്സുകൊണ്ട് ഒട്ടും സൗകര്യമില്ലാത്തൊരു വീടായിരുന്നെങ്കിലും, ഇരട്ടി വാടക കൊടുത്ത് താമസിക്കുകയായിരുന്നെങ്കിലും അത്രയും നാൾ അവിടെ പിടിച്ചു നിന്നു. പക്ഷേ ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം എനിക്ക് ആകെ അവരോടങ്ങ് വെറുപ്പായി. ആസേ സമാജ് പർ ഥൂ ഹെ, ഇങ്ങനത്തെ ഒരു സമൂഹത്തിന് എൻ്റെ മുകളിലോട്ട് കാർക്കിച്ച് തുപ്പാനാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ആ ഒരു വീടങ്ങ് ഒഴിഞ്ഞു. അപ്പം നമ്മുടെ ഇതിന് ലാസ്റ്റ് പാർട്ട് താമസിയാതെ അപ്ലോഡ് ചെയ്യാം. കീപ്പ് ഇൻ ടച്ച്.